അപ്പോൾ നമ്മുടെ മച്ചാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മദ്യം നമ്മുടെ കേരള സർക്കാർ മദ്യം നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇനി ഒരാളും ബ്യൂറോയിൽ പോയി ക്യൂ നിൽക്കണ്ട, എല്ലാവർക്കും മദ്യം വീട്ടിൽ എത്തിച്ചു തരും. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മളിവിടെ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ബ്യൂറേജസ്. അപ്പോ ഒന്നാമത് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമില്ല, അതൊരു കാര്യം. ജനങ്ങൾ ഉദ്ദേശിച്ചത് മീൻസ് യുവാക്കൾക്ക് അവർ പല മയക്കുമരുന്നിനും അല്ലാതെ അടിമയായിട്ട് ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിലേക്ക് മദ്യം എത്തിക്കുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഇതിനകത്ത് മദ്യം വാങ്ങാനായിട്ട് വരും. അവർക്ക് പേടിയാണ് മദ്യം വാങ്ങാൻ പോകാനൊക്കെ ആയിട്ട് ബീവറേജിൽ പോയി ക്യൂ നിൽക്കാനൊക്കെ ആയിട്ട് അവർക്ക് പറ്റില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇനി കൂടുതൽ കൊലപാതകങ്ങളും കലഹങ്ങളും വീടുകളിൽ കലഹങ്ങളും പെണ്ണുങ്ങളായിട്ടാണ് ഇനി ഉണ്ടാവാൻ പോണത്. ഗവൺമെന്റ് ഇത്രയും നല്ല ഉപകാരം ചെയ്യുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ശരിയല്ലേ? അപ്പോ ഇത് എനിക്ക് പറയാനുള്ളത്, ഈ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് സിമ്പിളായിട്ട് ഈ സാധനം സ്വിഗ്ഗി അതുപോലുള്ള മറ്റാള് സർവീസുകളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് അവർക്ക് കൊടുക്കും. ഒരാളറിയാൻ പോണില്ല. മനസ്സിലാവണ്ട? അപ്പൊ കൂടുതലും നാശത്തിലേക്കാണ് കേരളം പോണത്. പിന്നെ ഒരു ഭാഗം കേരളത്തിൽ നിന്ന് പുറത്ത്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോണ്. മനസ്സിലാവണ്ട? ഈ നിലയ്ക്ക് പിന്നെ ഇതിന് താഴെ തട്ടിലൊരു വിഭാഗമുണ്ട്, വയസ്സായ ഒരു 40-നും 50-നും ഇടയുള്ള ആൾക്കാർ. അവരും മദ്യം വീടുകളിലേക്ക് സപ്ലൈ ചെയ്യിപ്പിക്കാവുന്ന രീതി നോക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. രഹസ്യമായിട്ട് ബീർ കഴിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ വലിയൊരു പ്രശ്നമാകും. ഇത് ഈ ഒരു തീരുമാനത്തിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത് ഗവൺമെന്റ് എന്താണ് ചെയ്യുക? ഇതിന് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ സ്ത്രീകളാണെങ്കിൽ മദ്യം കുടിക്കാൻ പോണത് കൂടുതലും. അപ്പൊ അത് നിങ്ങളൊന്ന് അതിനെ കുറിച്ചൊന്നൊരു ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രതികരിക്കുക എല്ലാവരും. ഓക്കെ, ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, കമന്റിൽ ശരിയാണെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സഹായം വേണം. ഓക്കെ, താങ്ക് യു.